നമസ്കാരം. പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ 1-2 തവണ നടത്തിയ അതേ പ്രവിശ്യയടക്കം ഉള്ള സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. F-16, JF-17 യുദ്ധവിമാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് എന്ന് താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ആ ആക്രമണത്തിൽ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടതിൻ്റെ കണക്കെടുപ്പ് തുടരുകയാണ് എന്നും താലിബാൻ പറയുന്നുണ്ട്. എന്തായാലും പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയല്ല. പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലുണ്ടായ സ്ഫോടനങ്ങൾ, ആ സ്ഫോടനങ്ങൾ നടത്തിയത് താലിബാൻ പിന്തുണയ്ക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭീകര സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ വ്യോമാക്രമണത്തോടു കൂടി പാകിസ്ഥാൻ പറയുന്നത് സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 16-നാണ് പാകിസ്ഥാനെ നടുക്കിക്കൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഫോടനത്തിൽ, അതായത് ആക്രമണം നടത്തിയത് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന ഭീകര സംഘടന സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനവുമായി ഈ സൈനിക കേന്ദ്രത്തിൻ്റെ, സൈനിക ചെക്ക് പോസ്റ്റിൻ്റെ മതിലിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. വലിയ സ്ഫോടനമാണ് അവിടെ നടന്നത്. ഈ സ്ഫോടനത്തിൽ ഈ ചുറ്റുമതിലും അതുപോലെ തന്നെ സമീപത്തെ കെട്ടിടങ്ങളുമെല്ലാം തകരുന്നു. അങ്ങനെ 11 സുരക്ഷാ സൈനികരാണ്, പാകിസ്ഥാൻ്റെ 11 സുരക്ഷാ സൈനികരാണ് മരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലടക്കം സ്ഫോടനത്തിൻ്റെ ആഘാതം ഉണ്ടായത് കാരണം ഒരു കൊച്ചു പെൺകുട്ടി അടക്കം ഇതിൽ മരിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് 11 ഭീകരരാണെന്നും 11 ഭീകരരെയും വകവരുത്തി എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. ഈ ഭീകരാക്രമണത്തിന് എതിരായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ താലിബാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാനെതിരെ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യക്കെതിരെ ആയിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് അന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതിന് റീറ്റാലിയേഷൻ അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്നതാകട്ടെ അഫ്ഗാനിസ്ഥാനിലുമാണ്. ഇതെന്ത് ന്യായം എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നത്. അതായത് ഒരു വിവരങ്ങളും ലഭിക്കാതെ, യാതൊരു തെളിവുമില്ലാതെ ഇന്ത്യക്ക് നേരെ ഇവർ ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ത്യ അപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ നിരസിച്ചിരുന്നതാണ്. ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഒരു രാജ്യമല്ല, മറിച്ച് പാകിസ്ഥാനാണ് വർഷങ്ങളോളം ഭീകരതയെ ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചത്. ഇപ്പോൾ ആ ഭീകരത പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്തുകയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. പാകിസ്ഥാന് ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവജ്ഞയോടുകൂടി തന്നെ പാകിസ്ഥാൻ്റെ ആരോപണങ്ങളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു. ആ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാടിനോട് യോജിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ പൗരനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് നേരെ, താലിബാൻ ഭരണകൂടത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു ആധികാരികത ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതിയും ഇസ്ലാമാബാദിൽ, പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സമാനമായ ഒരു സ്ഫോടനം നടന്നിരുന്നു. ഇസ്ലാമാബാദിലെ ഒരു മോസ്കിലാണ് അപ്പോൾ സ്ഫോടനം നടന്നത്. ആ മോസ്കിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിലും ഇന്ത്യയാണ് എന്ന് അന്ന് ആരോപിച്ചിരുന്നതാണ്. ഇന്ത്യയാണ് ഈ സ്ഫോടനങ്ങൾക്ക് എതിരെ എന്ന് പാകിസ്ഥാൻ ആദ്യം ആരോപിക്കുന്നു. പിന്നീട് താലിബാന് നേരെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് നേരെ വ്യോമാക്രമണം നടത്തുന്നു. സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ താലിബാൻ കൃത്യമായ സമയത്ത് തന്നെ തിരിച്ചടിക്കും എന്ന് പറയുകയാണ്. ഒരു വ്യോമാക്രമണം നടത്താൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ഒരു വ്യോമസേന സ്വന്തമായി ഇല്ലാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കാൻ സാധിക്കും. അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ തിരിച്ചടി നൽകാൻ അഫ്ഗാനിസ്ഥാന് സാധിക്കും പാകിസ്ഥാന്. ആ തിരിച്ചടിയെക്കുറിച്ച് അഫ്ഗാനിസ്ഥാൻ ചിന്തിച്ചു വരികയാണ് എന്നാണ് താലിബാൻ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. താലിബാനിൽ ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. കാബൂളിലും അതുപോലെ തന്നെ കാണ്ഡഹാറിലുമെല്ലാം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഉചിതമായ സമയത്ത് ഇതിന് തിരിച്ചടി നൽകും. കാരണം
പാകിസ്ഥാൻ ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ എയർ സ്പേസ് ലംഘിച്ചിരിക്കുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കരാറുണ്ട്. ആ വെടിനിർത്തൽ കരാർ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ലംഘിച്ചിരിക്കുകയാണ്. ആ വെടിനിർത്തൽ കരാറിന് ഇടനിലക്കാരായി മാറിയ സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്, ആ അവകാശം ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും എന്ന് ആവർത്തിച്ചു പറയുകയാണ് താലിബാൻ ഭരണകൂടം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.